മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രചരണത്തിനാണ് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയാലും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയാലും അത് സംഘടനാപരമായി കോൺഗ്രസിനും UDFനും വൻ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുക. കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ വന്ന കെ സുധാകരൻ തന്നെ ആ പാർട്ടിയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമാണ്. ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജീവമായ അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC ഭാരവാഹികളുടെയും ഭൂരിപക്ഷം DCC ഭാരവാഹികളുടെയും പ്രവർത്തനങ്ങളും ശരാശരിക്കും താഴെയാണുള്ളത്. തൊട്ടുമുന്നിൽ 3 തിരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസും UDFും നേരിടേണ്ടതായിട്ടുള്ളത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്.